ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ കൊടൈക്കനാലിലോട്ട് ചെറിയൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് പെട്ടെന്നൊരു തോന്നല്, നാളെ കൊടൈക്കനാൽ വിട്ടാലൊന്നും അങ്ങനെ തീരുമാനിച്ചൊരു ട്രിപ്പാണിത്. കൂടെ കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മോർണിംഗ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചത്. ബട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചപ്പോൾ തന്നെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റിന്റെ ആവശ്യം വന്നില്ല. അതുകൂടാതെ വരുമ്പോൾ അമ്മ കുറച്ച് നെയ്യപ്പം നല്ല ചൂടോടെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. കൊടൈക്കനാൽ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ വരുന്ന വഴിക്ക് പഴനി ടെമ്പിൾ ക്രോസ് ചെയ്തിട്ടാണ് പോവാം. ആ കാണുന്നത് പഴനി മുരുകൻ ടെമ്പിളിന്റെ ബാക്ക് വ്യൂ ആണ്. കൊടൈക്കനാലിന്റെ കുറച്ച് ടോപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് പഴനി ടെമ്പിളിന്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഇങ്ങനൊരു വ്യൂ ആണോ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയാം. ഹലോ ഗൈസ്, അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് തലേ ദിവസം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ കൊടൈക്കനാൽ വന്നിരിക്കുകയാണ്. പെട്ടെന്നൊരു കൊടൈക്കനാൽ ട്രിപ്പ്. ഞങ്ങൾ നല്ലൊരു സ്പോട്ട് നോക്കി ചെറിയൊരു റിഫ്രഷ്മെന്റിനായിട്ട് നിർത്തിയതാണ് കേട്ടോ. നമ്മൾ പാതി എത്തുമ്പോൾ തന്നെ നല്ല കോടയൊക്കെ ഇറങ്ങാൻ തുടങ്ങി. എന്തായാലും ഞങ്ങൾ പോകുമ്പോൾ നല്ല സെറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ഗൈസ്, ഞങ്ങൾ ഒരു അടിപൊളി സ്പോട്ടിൽ നിന്നാണ് കേട്ടോ ചായ കുടിക്കാനായിട്ട്. ഇവിടെ അതേ അടിപൊളിയായിട്ടുള്ള നല്ല കോടയുണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ല ഗൈസ്, സെറ്റ് നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇത്ര നല്ലൊരു കിടിലം വ്യൂ കണ്ടിട്ട് നമ്മളെങ്ങനെ ഇറങ്ങാതിരിക്കും. അങ്ങനെ ഞങ്ങൾ ഈ കോടയൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയത്. സെറ്റ് ക്ലൈമറ്റ് ഗൈസ്, സെറ്റ് പറഞ്ഞ സെറ്റ് അടിപൊളി. ഇത് ഫുൾ കോട. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? ഒന്നും പറയാനില്ല. പിള്ളേരാണെങ്കിൽ അവരുടെ മാത്രം ലോകത്താണ് കേട്ടോ. പിന്നെ വരുന്ന വഴിക്കാണെങ്കിൽ നമ്മുടെ നേരൂട്ടനും മോളൂട്ടിയും കോമ്പറ്റീഷൻ വെച്ച് ഛർദിയായിരുന്നു കേട്ടോ. നമ്മുടെ നേരൂട്ടനാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാറിൽ ഇത്രയും ലോങ് പോകുന്നത്. ടോപ്പിലെത്തി കഴിയുമ്പോഴേക്ക് സിറ്റുവേഷൻ എന്തായിരിക്കും ഓർത്ത് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞത് അവർ ഫുൾ ആക്റ്റീവായി. ഇവിടെ ആരെ കൂടുതൽ തവണ ഛർദിച്ചെന്നുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ ഈ ലൊക്കേഷനിലേക്ക് എത്തി. ഞാനൊരു 12 or 13 years മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വാട്ടർഫാൾസ് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ മെമ്മറീസ് ഒക്കെ ഒന്ന് ഹിറ്റ് ചെയ്തു. വാട്ടർഫാൾസ് കാണാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ ഭയങ്കര വൃത്തികെട്ട സ്മെല്ല്. എന്താണ് വാട്ടർഫാൾസ്? കാസ്കേഡ്. ഇത് വാട്ടർഫാൾസ് ഒന്നും അല്ല, ഡിച്ച് എന്നുള്ള വാട്ടർ, ഡിച്ച് വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിൽ കൂടെ ഭയങ്കര സ്മെല്ല്, വൃത്തികെട്ട സ്മെല്ല്. ഞങ്ങൾക്ക് വാട്ടർഫാൾസ് വിചാരിച്ച പോലെ ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്ന് സ്വീറ്റ് കോൺ എല്ലാം മേടിച്ച് കഴിച്ച് കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ നേരൂട്ടനാണെങ്കിൽ സ്വീറ്റ് കോൺ എവിടെ കണ്ടാലും വേണം. നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ്. സ്വീറ്റ് കോൺ കഴിക്കാൻ വേണ്ടി നിന്നാണ് ഗൈസ്. ക്ലൈമറ്റ് പറ്റി കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, മലയാളി ഹോട്ടലാണ്. അത്യാവശ്യം നല്ല സ്പേസ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അവിടെയാണെങ്കിൽ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബിരിയാണി എനിക്ക് ബിരിയാണി എന്നായി. അങ്ങനെ ബിരിയാണി മാത്രം കിട്ടുന്നൊരു കടയിൽ കൊണ്ട് നിർത്തി ഗൈസ്. വേറെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ ബിരിയാണി നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ. ബിരിയാണി നല്ല ടേസ്റ്റിലായിരുന്നു. പക്ഷേ കേട്ടോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ റൂമൊക്കെ നോക്കാൻ വേണ്ടി ഏട്ടനൊരു പോയിരിക്കുകയാണ്. ഇവിടെ നടന്നു പോയിരിക്കുകയാണ് ടൗണിൽ. ഞങ്ങളിതേ കൊച്ചിനോട്ടെല്ലാം വാഷ്റൂമൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടി നിൽക്കുകയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ? ഗുണ കേവ്, ഡെവിൾസ് കിച്ചണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പോളി, എന്താ വ്യൂ ഗൈസ്. ഇതിന് എൻട്രി ചെയ്യുമ്പോൾ ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം ഇങ്ങോട്ട് സ്വീറ്റ് കോൺ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞിട്ട് കയറാതെ കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജാക്കറ്റ് തന്നെ അപ്പോഴും പറഞ്ഞപ്പോൾ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. സെറ്റ് വ്യൂ. നേരിട്ടിന് അങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, ഞങ്ങൾ ഗുണ കേവാണ് പറഞ്ഞിട്ട് വേറെ എവിടേക്കോ പോയി ഗൈസ്. ഇപ്പൊ ശരിക്കും ഗുണ കേവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് പക്ഷെ അടിപൊളി ക്ലൈമറ്റ് ഗൈസ്, ഒരു രക്ഷയില്ല. 10 degree Celsius. 10 degree അല്ലേ? മഞ്ഞ് മഴ വീഴുന്ന പോലെ വീഴുന്നുണ്ട് മഞ്ഞ്. സെറ്റ്. നമ്മളങ്ങനെ നമ്മുടെ മെയിൻ സ്പോട്ട് ഗുണ കേവിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ശിവന്മാര് കുറെ നേരമായി എന്ത് കൈവച്ചാലും തട്ടിപ്പറിച്ച് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നേരിന്റെ കുർക്കുറയൊക്കെ കൊണ്ടുപോയി ഗൈസ്. ദേവനാണെന്ന് തോന്നുന്നു കൊണ്ടുപോയത്. ഹലോ. അങ്ങനെ ഞങ്ങൾ ഗുണ കേവിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് ഗൈസ്.
തിരക്കില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്, ഭയങ്കര കാം ആയിട്ടുള്ളൊരു ആംബിയൻസ്. സുഭാഷിന്റെ അവസ്ഥയാണോ തോന്നുന്നു, നല്ല മഴ വരാൻ പോകുന്നുണ്ട് ഗൈസ്. അടിപൊളി മഴ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നനഞ്ഞു പോകേണ്ടി വരും എന്നുള്ളത് അറിയാം. ഇല്ല മോളൂട്ട? നേരിട്ട കുർക്കുറയിൽ ബിസിയാണ്. അയ്യോ അങ്ങനെ ഇവിടുത്തെ ഗുണ കേവിലെ മെയിൻ സ്പോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ സാഹസികമായിട്ട് നമ്മൾ ദേ കൊച്ചുങ്ങളെയൊക്കെ വെച്ചിട്ടാണ് കയറിയത്. ഗൈസ് നല്ല മഴ ഗൈസ്. ശരിക്കും മഞ്ഞുമൽ ബോയ്സിന്റെ ക്ലൈമറ്റ് ആയിപ്പോ. നമ്മളവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞത് നല്ല മഴയായിരുന്നു കേട്ടോ. കൂടാതെ മഞ്ഞും അവിടുത്തെ മലയും ആ വ്യൂ ഒക്കെ ഫുള്ളായിട്ട് കവറായി. ആ ടൈമിൽ വിസിബിലിറ്റി ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ നേരിട്ടാണെങ്കിൽ മഴ പെയ്തത് ഒത്തിരി ഇഷ്ടമായി. ഫസ്റ്റ് വിചാരിച്ചത് ആ വ്യൂ ഒട്ടും തന്നെ കാണാൻ പറ്റില്ലെന്നായിരുന്നു. മഴയൊന്ന് പെയ്ത് കഴിഞ്ഞതോ വിസിബിലിറ്റി ഒക്കെ ചെറുതായിട്ട് ഓക്കെ ആയി തുടങ്ങി. അങ്ങനെ അവിടുത്തെ വ്യൂ എന്തായാലും കാണാൻ പറ്റി. പോയിട്ട് നല്ല അടിപൊളി മഴ, എല്ലാരും ഇത് മങ്കി ലേക്കാണ് ഗൈസ്. മങ്കി ലേക്കിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. വരുന്ന വഴിക്കും ഒത്തിരി ഈ പൂക്കൾ കണ്ടു കേട്ടോ. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് ഗൈസ്. ഇതിന്റെ പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ആ ഗുണ കേവിന്റെ കുറച്ച് പോർഷൻ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ അതെ നല്ലൊരു ബൈസണും. വരുന്ന വഴിക്ക് പൈൻ ഫോറസ്റ്റും ക്രോസ് ചെയ്ത് വന്നു. മഴ ആയതുകൊണ്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ റൂം എത്തിയിരിക്കണം ഗൈസ്. ലഗേജ് ഒക്കെ എടുത്തു. റൂമിലൊന്ന് ചെക്ക് ഇൻ ചെയ്യണം. അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യട്ടെ ഗൈസ്. നമ്മളെല്ലാവരും കൂടെ ഒരു റൂമിൽ കൂടാമെന്ന് വിചാരിച്ചിട്ട് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ എടുത്തത്. എല്ലാവരും കൂടെ പിന്നെ ഇവിടെയാണ് സ്റ്റേ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ ഒരു നൈറ്റ് മാത്രമേ സ്റ്റേ ഉള്ളൂ. മോർണിംഗ് നമുക്ക് നേരത്തെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം. ജസ്റ്റ് ലഗേജ് മാത്രം വെക്കാനുള്ള റൂമാണ് ഗൈസ്. നമ്മളങ്ങനെ റൂമിൽ ചെക്കിനൊക്കെ ചെയ്തു. ഇന്നൊന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കാനുണ്ട്. നമ്മളൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ക്യാമ്പ് ഫയർ ഒക്കെ നോക്കിയതായിരുന്നു കേട്ടോ. ബട്ട് മഴ ആയതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ നമ്മൾ ചെറിയ വാക്കിംഗ് ഒക്കെ ചെയ്ത് ചായ കുടിച്ചിട്ട് വരാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. നല്ല തട്ടുകട വൈബില് മേമ, തട്ടുകട വൈബിൽ ഒരു ചായ കുടിക്കാൻ. നല്ല മഴയും ചായയും, ചൂട് ചായയും. ചായ വിത്ത് പഴംപൊരി അല്ല, എന്താ പരിപ്പ് വട. നമ്മുടെ ഹോം സ്റ്റേയിൽ തന്നെ നല്ല അടിപൊളി പാർക്ക് ഉണ്ട് കേട്ടോ കിഡ്സിന്. അതുകൊണ്ട് തന്നെ നേരൂട്ടിനും മോളൂട്ടിക്കും എല്ലാവർക്കും നല്ല അടിപൊളി വൈബ്. പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ. അവിടുത്തെ ഊഞ്ഞാലൊക്കെ ഫുൾ നനഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ റൂമിൽ എത്തി കഴിഞ്ഞിട്ടും ഈ സെറ്റിന് ഫുൾ കളി മൂടായിരുന്നു. ടിവിയിൽ സോങ്സ് വെച്ച് ഫുൾ ഡാൻസ് എല്ലാവരും കൂടെ. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇതേ റൂമിലെത്തി. ഏട്ടനൊരു ഫുഡ് മേടിക്കാൻ വേണ്ടി പോയിരിക്കണം. റൂമിൽ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. പുറത്ത് നല്ല മഞ്ഞാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.